മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കനകക്കുന്നിൽ മാതൃഭൂമി പുസ്തകശാല തുറന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട 7 എഴുത്തുകാരുടെ മക്കൾ തിരിതെളിയിച്ചാണ് പുസ്തകശാല തുറന്നത്. അതിന് കാരണഭൂതനായ എൻ്റെ സ്നേഹനിധിയായ അച്ഛൻ തത്സമയ പരിപാടി ആദരപൂർവ്വം പ്രണാമം അർപ്പിക്കുന്നു. അച്ഛൻ എൻ്റെ ആത്മകഥയായ കർമ്മഗതിയുടെ അവസാനത്തെ എന്നോട് പറഞ്ഞിരുന്നത് ഒരു മിനിറ്റ് പറഞ്ഞാൽ മതി എന്നാണ്. അതനുസരിച്ച് കർമ്മഗതിയിലെ അവസാന ഭാഗം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒന്നായതുകൊണ്ട് അത് വായിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫാണ് വായിക്കുന്നത്. നീതിയുക്തമായ മാനവലോകം സ്വപ്നം കാണാനും സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആദർശബോധത്തോടെ പ്രയത്നിക്കാനും സന്നദ്ധരായി ലോകരംഗം പിടിച്ചെടുക്കാനൊരുങ്ങുന്ന യുവതലമുറയുടെ ചോര തുടിക്കും കൈകളിൽ ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ജീവിതകാലത്ത് ആ തലമുറയുടെ ആവിർഭാവം ഉണ്ടാവുകയില്ലെന്ന് എനിക്കറിയാം. ആ അറിവ് എന്നെ ശോകാധീനനാക്കുന്നില്ല. കാരണം എൻ്റെ കാലശേഷമെങ്കിലും അവർ ഉയർന്നു വരുമെന്ന് എനിക്കുറപ്പുണ്ട്. ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കുകയില്ലല്ലോ. ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധരായി നീങ്ങുന്ന ആ തലമുറക്കാർക്ക് ഇടത്താവളമാകാൻ എൻ്റെ അന്ത്യവിശ്രമസ്ഥാനം ഉപകരിക്കുമാറാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. രാഹുൽ ജിനാഥ് തത്സമയം ചേരുന്നുണ്ട്. രാഹുൽ, അങ്ങനെ അക്ഷര വസന്തത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പുസ്തകശാല തുറക്കുകയാണ്. ഇനിയുള്ള നമ്മൾ സാക്ഷികളാകാൻ പോകുന്ന 4 നാൾ അത് സാഹിത്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ തന്നെ വിവിധ തുറകളിൽ നിന്നുള്ള അറിവിൻ്റെ നിറകുടം കനകക്കുന്നായി മാറുകയാണ്. അങ്ങനെ ഒരു പ്രൗഢോജ്വല തുടക്കമായി മാറുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? രാഹുൽ ജിനാഥ്. 2 പേര് കയറി പിടിക്കുന്നു. മാഷ് എത്രയും അടുപ്പുള്ള സ്ഥലമല്ലേ, എത്രയോ വിദ്യാർത്ഥികൾ. അക്ഷരോത്സവം, അക്ഷരവസന്തം, അതിന് ഔദ്യോഗികമായൊരു സ്വാഗതമരുളുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത്. 7ാം പതിപ്പ് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ 7ാം പതിപ്പ് തുടങ്ങുമ്പോൾ ആ ആദ്യ വേദിയിൽ, അതിന് സ്വാഗതമരുളുന്ന വേദിയിലും തുടക്കമാകുന്ന വേദിയിൽ 7 പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം. അത് കൗതുകത്തിനൊക്കെ അപ്പുറത്ത് അത് വളരെ ആശയപരമായ ഒരു തീരുമാനവും കൂടിയാണ് എന്ന് പറയാം. കാരണം 7 ഇതിഹാസ എഴുത്തുകാർ, അവരുടെ മക്കളാണ് ഇപ്പോൾ എന്തായാലും ഈ മാതൃഭൂമി ബുക്സിന്റെ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അക്ഷരങ്ങൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. കനകക്കുന്നിലെത്തുന്നവർക്ക് ഈ പുൽത്തകിടിയിലിരുന്ന് പല നാട്ടിലെ കഥകൾ അറിയാൻ, പല ഭാഷയറിയാൻ, പല വികാരങ്ങൾ അറിയാൻ കഴിയുന്നു. അതിനെ ഈ 7 പേർ അതിന് കാരണമാകുന്നു എന്ന് പറയുന്നു. ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ എന്തായാലും വേദിയിൽ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് അവരുടെ മാതാപിതാക്കൾ, അച്ഛനാകട്ടെ അമ്മയാകട്ടെ, അവരെഴുതിയ മനോഹരമായ വരികൾ, കഥകൾ, അവർക്ക് മക്കൾക്ക് ഇഷ്ടപ്പെട്ട കഥയുടെ ഭാഗങ്ങൾ, കവിതയുടെ ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു. അത് വായിക്കുമ്പോൾ അത് ഏതൊരു വായനക്കാരൻ്റെയും അപ്പുറത്തേക്ക് ഒരു മകനോ മകളോ ആ ആശയം അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞവർ വായിക്കുന്ന ഒരു വളരെ വൈകാരികമായ അനുഭവമാണ് കേട്ടിരിക്കുന്നവർക്ക് നൽകുന്നത്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കഥകളുണ്ട്. ആ കഥകൾ പങ്കുവെക്കുകയാണ്. എന്തായാലും ഔദ്യോഗികമായി ഈ അക്ഷരോത്സവത്തിന് തുടക്കമാവുകയാണ്. തുടക്കമാകുമ്പോൾ ഏറ്റവും പ്രധാനമായി 7 ഇതിഹാസ എഴുത്തുകാരുടെ മക്കൾ, അവർ 7 പേർ ഇപ്പോൾ ഈ പുസ്തകശാല തുറന്നിരിക്കുകയാണ്. ആ പുസ്തകശാലയിലേക്ക് ഇനി ആളുകൾ എത്തും. ഏതാണ്ട് 1 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ, മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഉൾപ്പെടെ വിവിധ പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ആളുകൾക്കായി കാത്തിരിക്കുകയാണ്. മഹനീയ സംഗമമാണ്. ഇതിഹാസ എഴുത്തുകാർ 7 പേരുടെ മക്കളാണ് പുസ്തകശാലയ്ക്ക് തിരിതെളിയിച്ചത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്.